ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 41 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് വിവിധ ഉപദേശങ്ങൾ നൽകുകയാണ്. ഇന്നത്തെ ഉപദേശം വളരെ മനോഹരമായൊരു ഉപദേശമാണ്. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു അതിന് ഉപയോഗിക്കുന്നൊരു വാക്ക് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ, അതായത് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റേതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നാൽ അത് എനിക്ക് തന്നെയാണ് തരുന്നത്, അതുകൊണ്ട് അവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അപ്പോൾ അത് ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തു തന്നെയാണ്, ക്രിസ്തുവിൻ്റെ പ്രതിനിധികളാണ്, അത് ക്രിസ്തുവിനെ തന്നെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉറച്ച അടയാളമാണ് യേശുനാഥൻ പറയുന്ന ഈ ഒരു വാക്ക്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ നിങ്ങൾക്ക് ആരെന്ത് നൽകിയാലും അതൊക്കെ ക്രിസ്തുവിൻ്റേതായി സ്വീകരിക്കപ്പെടും. പക്ഷേ അതേ സമയത്ത് തന്നെ ശിഷ്യന്മാരുടെ നിന്ന് യേശുനാഥൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ മറ്റുള്ളവർക്ക് ഉതപ്പിന് കാരണമാകരുത്, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് നന്മയ്ക്ക് കാരണമായി തീരണം എന്ന് പറയുകയാണ്. അതിനാണ് യേശുനാഥൻ അവസാനമായി പറയുന്നത് നിങ്ങൾക്ക് ഉപ്പ് ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾ ഉപ്പ് സൂക്ഷിക്കുക എന്നാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് പറയുന്നത് നിങ്ങൾ ആർക്കെങ്കിലും ദുഷ്പ്രേരണയ്ക്ക് കാരണമാകിയാൽ നിങ്ങൾ കൊല്ലപ്പെടുന്നതാണ് നല്ലത്, അതും നിങ്ങളുടെ ശരീരം പോലും കാണപ്പെടാത്ത രീതിയിൽ നിങ്ങൾ ഇല്ലാതാവുകയാണ് നല്ലത്, നിങ്ങളുടെ ജീവിതം ഒരു അടയാളമേ അവശേഷിക്കാത്ത രീതിയിൽ ഇല്ലാതാവുകയാണ് നല്ലത്. വളരെ ശക്തമായ താക്കീതാണ് യേശുനാഥൻ നൽകുന്നത്. ഇത് ശിഷ്യന്മാരെ മരിക്കണം എന്ന് ഉദ്ദേശിച്ചല്ല, അവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണം എന്ന് ഉദ്ദേശിച്ച് യേശുനാഥൻ ശക്തമായ വാക്കുകളിലൂടെ അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവസാനമാണ് യേശുനാഥൻ പറയുന്നത് നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കണം. ഈ ഉപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് യേശുനാഥൻ നേരത്തെ പറയുന്നുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഭൂമിയുടെ ഉപ്പ്? ഈ ഉപ്പ് മറ്റുള്ളവരെ, അതായത് ഉപ്പ് ഏത് ആഹാര പദാർത്ഥത്തിലാണോ ഇടുന്നത് ആ പദാർത്ഥത്തിന് രുചി നൽകുന്നതാണ്. അപ്പോൾ അതുപോലെ ഈ ശിഷ്യന്മാർ ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ ജീവിതത്തിന് രുചി പകരുന്ന ആളുകളായി മാറണം. കാരണം അവർ പകരുന്ന ഈ രുചി ക്രിസ്തുവാണ്, യേശുനാഥനാണ് ഈ ഉപ്പ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഉപ്പ് ഉണ്ടാവണം, ക്രിസ്തു ഉണ്ടാവണം. അവൻ ചെല്ലുന്നിടത്തൊക്കെ അവൻ്റെ പരിമളം, അവൻ്റെ സ്വാദ്, അവൻ്റെ സ്നേഹം, കരുണ, ഇതൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൊടുക്കാൻ സാധിക്കണം. നിങ്ങളെ സ്വീകരിക്കുന്നവരുടെ ജീവിതം സ്വാദുള്ളതായി മാറണം. അല്ലാതെ നിങ്ങളെ കണ്ട് അവരവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ ഉതപ്പിന് കാരണമാകരുത് എന്ന് യേശുനാഥൻ വ്യക്തമായി പറഞ്ഞു. ഇത് ഓരോ ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചും അവൻ അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു ഗുണപാഠമാണ്. അവൻ്റെ ജീവിതം ക്രിസ്തുവിനുള്ളതാകിയാൽ അവൻ ക്രിസ്തുവാണ്, ആ ക്രിസ്തുവിനെ പകരാനാണ് അവന് കഴിയേണ്ടത്. അല്ലാതെ ക്രിസ്തുവിന് പകരം അവൻ്റെ ജീവിതത്തിൻ്റെ തിന്മകൾ നൽകി മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ജീവിതമായി മാറരുത് എന്നൊക്കെ ഒരു താക്കീത് പോലെ യേശുനാഥൻ നൽകണം. അപ്പോൾ ഈ ഒരു വചനം ഒരു താക്കീത് മാത്രമല്ല, ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഒരു നന്മയുടെ വാക്കുകൂടിയാണ്. നമ്മളെല്ലാവരും ക്രിസ്തുവിനുള്ളവരാണ് എന്നൊരു ബോധ്യം കൂടി യേശുനാഥൻ നൽകുന്നത്. അപ്പോൾ ഈ ഒരു ബോധ്യത്തോടു കൂടി മറ്റുള്ളവരുടെ ജീവിതത്തെ നന്മയുള്ളതാക്കി മാറ്റാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.